വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിച്ചായിരിക്കില്ല അവൻ ഉന്മാദത്തിലാവാൻ പോണത്. അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് എങ്ങനെ പരിശുദ്ധാത്മാവിന് ആരാൾ നിറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് എങ്ങനെ പരിശുദ്ധാത്മാവിന് നിറയുന്നതെന്ന് അറിയാമോ? അതായത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മുതൽ മാതാപിതാക്കൾ പ്രാർത്ഥനയിൽ അതാരംഭിക്കുന്നു. പ്രാർത്ഥിച്ചവരൊരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങുന്നു. എന്നിട്ട് അവർ ശാരീരിക ധർമ്മത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി എന്നറിയുന്ന നിമിഷം മുതൽ അവർ പ്രാർത്ഥനയിലും വചനത്തിലും ജീവിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം കിട്ടിയ കുഞ്ഞുങ്ങൾ പറക്കാൻ പോണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം നയിക്കുന്നവർ എത്രമാത്രം ഒരുങ്ങിയും പ്രാർത്ഥിച്ചും വേണം കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ. എത്രമാത്രം ഒരുങ്ങി. അത് ചെയ്യാതിരുന്നിട്ട്, മനസ്സിലായോ? എന്നോട് ഒരാൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ജനറലൈസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഒരു സ്ത്രീ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞിലേക്ക് ഒരു ദുരാത്മാവ് പ്രവേശിച്ചത് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, എന്നോടൊരു അമ്മ പറഞ്ഞതാണ്. അവർക്കത് വിശ്വസിക്കുന്നതിന് അവരുടേതായ ന്യായങ്ങളുണ്ട് തന്നെ, ഞാൻ തള്ളിക്കളയുന്നുമില്ല. എന്ത് കാണണം, എന്ത് കേൾക്കണം, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് എന്തൊക്കെ കയറണമെന്നൊക്കെ ഈ അമ്മയ്ക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. വീട്ടിലെ സാഹചര്യം എത്ര മോശമാണെങ്കിലും ഈ അമ്മയ്ക്ക് അഭിഷേകത്തിലും പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലത്ത് പാപത്തെ നേരിടാൻ ശക്തിയുള്ള ജീവിതങ്ങൾ വരണമെങ്കിൽ അത് 15-ലും 18-ലും 20-ാമത്തെ വയസ്സിലും തുടങ്ങിയാൽ പോരാ, ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങണം. കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഇപ്പോഴേ പ്രാർത്ഥിച്ചൊരുങ്ങ്. ദൈവമേ, വിശുദ്ധരായ അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളിൽ നിന്ന് വരട്ടെ. കല്യാണത്തിൻ്റെ തലേന്ന് വരെ പാപം ചെയ്ത് നടന്നിട്ട് കല്യാണത്തിൻ്റെ തലേന്ന് വരെ 10, 15, 25 പേരോട് വ്യഭിചാരം ചെയ്തിട്ട് അശ്ലീലവും കണ്ടിട്ട് തോന്നിയാസവും കാണിച്ച് നടന്നിട്ട് ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണുനീരും ചെറുക്കന്മാരുടെ കണ്ണുനീരും എല്ലാം ഉണ്ടാക്കിയിട്ട് കല്യാണത്തിൻ്റെ തലേന്ന് പോയി വിവാഹ ഒരുക്ക സെമിനാറും കൂടി കുമ്പസാരിച്ച് കുടുംബജീവിതത്തിലേക്ക് കയറിയാൽ വിശുദ്ധനായ മക്കളുണ്ടാവുമെന്ന് വിചാരിക്കരുത്. എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ DNA ആണ് പിള്ളേരിലേക്ക് പോണേ. നമ്മുടെ DNA-ക്കകത്ത് കിടക്കുന്ന മുഴുവൻ എന്താ? തോന്നിയാസവും അശുദ്ധിയും കള്ളുകുടിയും വ്യഭിചാരവും പോർണോഗ്രഫിയും മുഴുവൻ കിടന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് കുമ്പസാരക്കൂട്ടി വെച്ച് അത് മാറില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ചെറുപ്പക്കാരെ ഏറ്റെടുക്കുക, ആമയും പറഞ്ഞ് ഏറ്റെടുക്കുക. ഇന്നലെ വരെയുള്ള ജീവിതം എന്തോ ആയിക്കോട്ടെ, ഇന്ന് ഏറ്റെടുക്കത്. ഇന്ന് എൻ്റെ ദൈവമേ, ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പോവാണ്. അഭിഷേകമുള്ള കുഞ്ഞുങ്ങളുണ്ടാവാൻ, കൃപയുള്ള മക്കളുണ്ടാവാൻ, ദൈവസ്നേഹമുള്ള മക്കളുണ്ടാവാൻ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ.